നെല്ലിക്കാപ്പറമ്പിൽ വീണ്ടും മോഷണ ശ്രമം. നെല്ലിക്കാപ്പറമ്പ് അങ്ങാടിക്ക് സമീപം താളത്തിൽ കോട്ടമൽ വീട്ടിൽ ഹാരിസിന്റെ വീട്ടിലാണ് സംഭവം. മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ഹാരിസിന് പരിക്കേൽക്കുകയും ചെയ്തു. മലയോര മേഖലയിൽ മോഷണവും മോഷണശ്രമവും തുടർക്കഥയാവുകയും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നെല്ലിക്കാപ്പറമ്പിൽ വീണ്ടും മോഷണശ്രമം നടന്നത്. മോഷ്ടാവിന് പിടികൂടാനുള്ള ശ്രമത്തിനിടെ വീട്ടുടമസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. നെല്ലിക്കാപ്പറമ്പ് അങ്ങാടിക്ക് സമീപം താളത്തിൽ കോട്ടമ്മൽ വീട്ടിൽ ഹാരിസ് എന്നയാളുടെ വീട്ടിലാണ് മോഷ്ടാവ് എത്തിയത്. മൂത്രമൊഴിക്കാൻ എണീറ്റ ഹാരിസ് കോണിപ്പടിക്ക് സമീപം ഒരാൾ നിൽക്കുന്നത് കാണുകയായിരുന്നു. ആദ്യം മകനാണെന്ന് വിചാരിച്ച് വിളിച്ചപ്പോൾ മോഷ്ടാവ് അടുക്കളയിലേക്ക് ഓടി. പിറകെ ഹാരിസും ഓടുകയും രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ മൽപ്പിടുത്തത്തിനിടെ ഹാരിസിന്റെ കൈക്ക് കടിച്ച് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, റിപ്പയറിംഗ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വൈഫൊക്കെ ഡൈനിങ്ങിലാണ് കിടക്കൽ, ഉമ്മ റൂമിലോ കിടക്കൽ. അങ്ങനെ രാത്രി 3 മണിക്ക് മൂത്രമൊഴിക്കാൻ എണീറ്റ സമയത്ത് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഡൈനിങ്ങിൽ നിൽക്കുന്നത് കണ്ടത്. ഞാൻ മോനെ വിചാരിച്ച് മോനെ വിളിച്ച്, അത് മോനല്ല. അന്നോ മോനെ വിളിച്ചപ്പോൾ അവനൊറ്റ ഓട്ടം കിച്ചണിലേക്ക്, ആ കിച്ചണിലാണ് ലോക്ക് ചെയ്തിന്. അവിടെ എത്തി ഞങ്ങളാണ്ട് അവിടെ ആട്ടും കൊണ്ടും പിടിച്ച്. അതിപ്പോൾ പിടിച്ചതിൽ അവൻ എൻ്റെ കൈക്ക് കടിച്ച്. അതാണിത്. കൈക്ക് കടിച്ചപ്പോൾ ഞാൻ വിടേണ്ടി വന്ന് അപ്സ്റ്റെയറിൻ്റെ മുകളിൽ കയറി മുകളിൽ നിന്ന് ചാടി അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ്. മുഖംമൂടി ഒന്നുമില്ല, എനിക്ക് കണ്ടിട്ടൊരു അതിഥി തൊഴിലാളിയായി തോന്നുന്നുണ്ട്, ഒരു ബംഗാളിയായിട്ട്. എന്നോട് അവനെ പിടിച്ച സമയത്ത് അവൻ ചോടോ എന്ന് പറയുന്നുണ്ട്. ആ വിടാത്തത് കൊണ്ടാണ് അവൻ കൈക്ക് കടിച്ചത്. മൽപ്പിടുത്തത്തിൽ ഹാരിസിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് മോഷണം പതിവാണെന്നും പോലീസ് കാര്യമായി പട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും വാർഡ് മെമ്പർ CK വിജീഷും പ്രദേശത്തെ സന്നദ്ധ സേനാംഗങ്ങളും പറഞ്ഞു. നമ്മൾ ഇന്നലെ രാത്രി ഒരു 3:30 പുലർച്ചെ 3-3:30ക്കാണ് ഈ വീട്ടിൽ നിന്ന് ഇവരുടെ ഭാര്യ വിളിക്കുന്നത്. പെട്ടെന്ന് ഓടി വരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും ഓടി വന്നത്. സന്നദ്ധസേന പ്രവർത്തകർ ഓടി വന്ന് നോക്കുമ്പോൾ ഈ വീട്ടിൽ വന്ന് ഈ ആൾക്ക് ഈ പരിക്ക് പറ്റിയതായി ഇങ്ങനെ കണ്ടു. അപ്പോൾ കള്ളൻ കയറി ഡൈനിങ് ഹാളിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അതിൻ്റെ പുറകെ ഓടി ഒക്കെ ചെയ്താണ്. എന്താ പറയുക, ഈ നാട്ടിലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു വീട് കുത്തി തുറന്ന് സ്വർണ്ണമൊക്കെ മോഷ്ടം പോയും തേങ്ങ അതേപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നിരന്തരം കള്ളന്മാരുടെ ശല്യമാണ്. അതിന് തൊഴിലാളികൾ ഉണ്ട്, നാട്ടുകാരാണോന്നൊന്നും അറിയില്ല. ഏതായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല ഒരു ഇടപെടൽ ഇതിൽ അത്യാവശ്യമാണ്. ജനങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. നൈറ്റ് പെട്രോളിങ്ങോ ഞങ്ങളും രാത്രി കുറേ സമയം ഒക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും പോലീസാണ് ഇതിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. CTV പ്രാദേശിക വാർത്ത മുക്കം.